നിങ്ങൾ പറഞ്ഞ ഒരാള് നിങ്ങൾ പറഞ്ഞ ഒരാളെ കൊണ്ട് കടന്നു വരുന്നുണ്ട്. സംഘാടകനാണ്, മിനിസ്റ്ററാണ്, തൃശ്ശൂരുകാരനാണ്, അതിഥേയനാണ്, തൃശ്ശൂരുകാരുടെ പ്രിയപ്പെട്ട രാജേട്ടൻ. അയ്യോ വീടരുത് വീട്ടാൻ കഴിയില്ല. എന്താണ് മിസ്റ്റർ, ഗുഡ് മോർണിംഗ്. അപ്പൊ രാവിലെ തന്നെ ഇതാ അന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നു. ഒരുക്കങ്ങളെല്ലാം ഇന്നലെ തന്നെ പൂർത്തിയായി എന്ന് മിനിസ്റ്റർ പറഞ്ഞതാണ്. എന്നാലും അവസാനവട്ട മിനുക്കുപണികളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഏതാണ്ട് പക്കയാണ്. നമ്മളിനി കലോത്സവം ആരംഭിക്കേണ്ടതേ ഉള്ളൂ. നമ്മൾ സൂര്യകാന്തിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുകയാണ്. ഇത് പതാക 9 മണിക്ക് ഉയർത്തും. 9 മണി കഴിഞ്ഞാൽ ഒരു ലോകത്തോട് നിങ്ങൾ പറയാൻ പോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൂരനഗരിയിലേക്ക് മേളത്തോട് കൂടിയിട്ട് കുട്ടികളെ വരവേൽക്കുക എന്നുള്ളതാണ്. 100 കലാകാരന്മാർ ഈ വടക്കുന്നാഥന്റെ മതിൽക്കകത്ത് മാത്രം കൊട്ടാവുന്ന ഒരു പാണ്ടി പിന്നെ എലഞ്ഞിത്തറ മേളത്തിലാണ്. ആ എലഞ്ഞിത്തറ മേളത്തിൽ കൊട്ടുന്ന പാണ്ടി അതിന്റെ എല്ലാ ഉഗ്ര സംവിധാനങ്ങളോടും കൂടി 100 പേർ ഒരുമിച്ച് നിന്ന്, അതും 2 അമ്പലങ്ങളുടെ, ഞങ്ങള് തൃശ്ശൂർക്കാർക്ക് പൂരം ഒരു വീക്ക്നെസ് ആണല്ലോ. അതെ, തിരുവമ്പാടി പാറമേക്കാവ് അമ്പലങ്ങളുടെ പ്രമാണിമാരായിട്ടുള്ള കിഴക്കൂട്ട അനിയന്മാരും ചെറുശ്ശേരി കുട്ടന്മാരും ഒരുമിച്ച് നേതൃത്വം നൽകുന്ന 100 കലാകാരന്മാർ പങ്കെടുക്കുന്ന ഒരു പാണ്ടി, ഞങ്ങൾക്കത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുട്ടികൾ കൊടമാറ്റം കണ്ടില്ലെങ്കിലും കൊടമാറ്റത്തിന്റെ കൊടകൾ കാണാം. 64 കൊടകൾ ഇവിടെ ഉണ്ട്. അത് ആവശ്യമാണ്. കാരണം കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ വരുന്ന ഇപ്പൊ പൂരം ഇവിടെ വന്ന് കണ്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത കുറെ ആളുകളുണ്ട്. ഇപ്പൊ ഈ കുട്ടികളുടെ രക്ഷിതാക്കളൊക്കെ അപ്പൊ അവർ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ തൃശ്ശൂരിൽ പൂരത്തിന്റെ എന്തെങ്കിലുമൊക്കെ കാണാൻ കഴിയുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് വരുന്നത്. അവർക്ക് നിങ്ങൾ ഒരു ഉറപ്പ് നൽകുന്നു, ഒരു മിനി പൂരം നിങ്ങൾ ഇവിടെ കാണും. ഉറപ്പായിട്ടും ഒരു മിനി പൂരം. എനിക്ക് ആകെ ഒരു കുറവ് തോന്നുന്നത് ശരിക്കും പൂരത്തിനങ്ങ് വേർത്ത് കുളിക്കണം, എന്നാലേ പൂരം കണ്ടൊരു എഫക്ട് വരുള്ളൂ. അതുണ്ടാവില്ല. ഇത്തവണ എല്ലാ സൗകര്യവും കൊടുത്തുകൊണ്ട് പൂരത്തിന്റെ മേളം കേൾക്കാം, കൊട കാണാം, പൂരവിസ്മയങ്ങളുടെ ഈ നഗരം അതിഗംഭീരമായിട്ട് ഇവിടെ എല്ലാവരും ഉണ്ട്. ഇന്ന് ഞങ്ങള് വൈകുന്നേരം ഇപ്പൊ നമ്മൾ ഇന്നലെ ഇവിടെ ഒരു സ്വിച്ച് ഓൺ കർമ്മം കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരം ഒരു സ്വിച്ച് ഓൺ കൂടി ഉണ്ട്. അത് വ്യാപാരി വ്യവസായികൾ ഉൾപ്പെടെ ഈ തൃശ്ശൂരിലെ പൗരാവലി, തൃശ്ശൂരിന് വേണ്ടി വരുന്ന കുട്ടികൾക്ക് വേണ്ടി നഗരം പൂർണ്ണമായും ഇപ്പൊ നമ്മൾ തേക്കിയങ്കാടും വേദികളും മാത്രമാണ് അലങ്കരിച്ചിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരം 7 മണിയോടുകൂടി നഗരം പൂർണ്ണമായിട്ടും വെളിച്ച വിധാനങ്ങളോടെ അതിഗംഭീരമാകും. നൈറ്റ് ഷോപ്പിംഗ് ഉണ്ട്. പിന്നീട് ദിവസങ്ങളിൽ കുട്ടികൾക്ക് 10 മണി വരെ ഏത് കടയിലും കയറാൻ പറ്റും. രാത്രി വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ടവർക്ക് പുതിയ വാഹനങ്ങളുണ്ട്. അവർക്ക് ഏത് രാത്രിയും ഇനി തിരിച്ചു. ഞാനിത് ഇവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇംപ്രസീവ് ആയിട്ട് എന്താ അറിയാമോ, ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ കുട്ടികളോട് എന്താ പറയാനുള്ളത്. ഒരുപാട് പേര് തൃശ്ശൂർക്ക് വരികയാണ്, നിങ്ങളുടെ നാട്ടിലേക്ക് വരും. അപ്പൊ അവര് പറഞ്ഞ കാര്യം എന്താ അറിയാമോ, സേഫ് ആയിട്ട് നിങ്ങൾ ഇവിടെ വരുന്ന ഇത്രയും ദിവസം 5 ദിവസം വളരെ സേഫ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോവാമെന്നുള്ളതാണ്. അതിൽ പല ഒരു ഉറപ്പ് നമുക്ക് കൊടുക്കാനില്ലല്ലോ. അതാണ് തൃശ്ശൂരിന്റെ ഉറപ്പ്. അവര് ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു കഴിഞ്ഞു, ധൈര്യമായിട്ട് പോരെ, ആസ്വദിച്ചു പോവാം, ഒരു കുറവുണ്ടാകില്ല. എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കാൻ. ഇത്തവണത്തെ കലോത്സവത്തിന്റെ പേരിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്, ഉത്തരവാദ കലോത്സവം. കുട്ടികൾക്ക് കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി കൊടുക്കാൻ പോകുന്ന ഒരു കലോത്സവം. വേദികൾക്കെല്ലാം ശ്രദ്ധിച്ചാണ് ഞങ്ങൾ പേരിട്ടിട്ടുള്ളത്. എല്ലാം പൂക്കളുടെ പേരാണ്. പല പൂക്കൾ, പല നിറങ്ങൾ, പല ഗന്ധങ്ങൾ, ഇതൊക്കെ കൂടി കൂടുന്ന. അതിനിടയിൽ ഒരു വിവാദവും ഉണ്ടായി. വിവാദത്തിന്റെ വഴിക്ക് പോട്ടെ. ഞാൻ ഇന്നലെ സംഘാടക സമിതിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, 249 ഇനമേ ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളൂ. വിവാദം എന്നൊരു പുതിയ ഇനം നമ്മൾ എടുക്കുന്നില്ല. ഇന്നലെ ഞങ്ങൾക്ക് ചെറിയൊരു വാക്ക് തന്നായിരുന്നു. അന്ന് ആ കഥാപ്രസംഗ ഐറ്റത്തിൽ പകർത്തി കഴിയട്ടെ. പല ദിവസം മിനിസ്റ്റർ ഞങ്ങൾ വിടില്ല കേട്ടോ, കാണും. അപ്പൊ അതാണ് മിനിസ്റ്റർ. അപ്പൊ ശരി, താങ്ക് യു സോ മച്ച്. അപ്പൊ തൃശ്ശൂരുകാർ ഇങ്ങനെ ഒരുങ്ങി നിൽപ്പാണ്. മക്കളിങ്ങ് വന്നേച്ചാ മതി, ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങൾ സേഫ് ആയിട്ട് ഇവിടെ നിന്ന് ആസ്വദിച്ചു പോകുമെന്നാണ് അവർ പറയുന്നത്.